എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ യൂഷ്വലി ഈ വളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ടേംസാണ് ഈ 19 അല്ലെങ്കിൽ 17 എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ആക്ച്വലി അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ടേംസ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന ടേംസ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് അർത്ഥം അറിയാതായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെർട്ടിലൈസർ ഗ്രേഡ് എന്താ, ഫെർട്ടിലൈസർ റേഷ്യോ എന്താണെന്നുള്ള ഡിഫറൻസ് അറിയാതായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ടേംസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് ഫെമിലറൈസ് ആവാം. സോ അതിൽ ഒന്നാമത്തെ ടേമാണ് ഫെർട്ടിലൈസർ ഗ്രേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 19 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫെർട്ടിലൈസർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫെർട്ടിലൈസർ ഗ്യാരണ്ടി ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് NPK ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഫെർട്ടിലൈസർ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 19% നൈട്രജൻ, 19% ഫോസ്ഫറസ്, 19% പൊട്ടാസ്യം, ഇത് മൂന്നും ആ ഒരു പർട്ടിക്കുലർ ഫെർട്ടിലൈസർ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഫെർട്ടിലൈസർ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മളാണെങ്കിൽ 1900 എന്നായിരിക്കും പറയുക. അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് 19% നൈട്രജൻ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ, ഫോസ്ഫറസും പൊട്ടാസ്യവും സപ്ലൈ ചെയ്യുന്നില്ല. സോ അതായത് ആ ഒരു ഫെർട്ടിലൈസർ ഗ്യാരണ്ടി ചെയ്യുന്ന മിനിമം പെർസെൻറ്റേജ് ഓഫ് NPK ആണ് നമ്മൾ ഫെർട്ടിലൈസർ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടേമാണ് ഫെർട്ടിലൈസർ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസർ റേഷ്യോ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ഫെർട്ടിലൈസറിൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ, P2O5, K2O, ഇതിൻ്റെ മൂന്നിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ഫെർട്ടിലൈസർ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 28:7 എന്നാന്നിരിക്കട്ടെ. ഇപ്പോൾ 28:7 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 4% നൈട്രജൻ, 1% P2O5, 1% K2O ആണ് അത് ഓഫർ ചെയ്യുന്നത്. സോ ഇതാണ് ഫെർട്ടിലൈസർ ഗ്രേഡും ഫെർട്ടിലൈസർ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ മൂന്നാമത്തെ ടേമാണ് സപ്ലൈസ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് ഫെർട്ടിലൈസർ എടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സിനെയാണ് നമ്മൾ സപ്ലൈസ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത് വരുന്ന ടേമാണ് കണ്ടീഷണേഴ്സ്. സോ നമ്മൾ സാധാരണ കണ്ടീഷണർ എന്നുള്ള ടേം പറയുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. എസ്പെഷ്യലി നമ്മൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഫെർട്ടിലൈസേഴ്സിന് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കണ്ടീഷണേഴ്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈഗ്രോസ്കോപ്പിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ സ്പ്രെഡിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതർ ഹൈഗ്രോസ്കോപ്പിസിറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടീഷണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഞ്ചാമത്തെ ടേമാണ് ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഫില്ലേഴ്സ് എവിടെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് മോളിക്യൂളുണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ ഗ്രേഡിലുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞു, ബാക്കി നമുക്ക് ആ വെയിറ്റ് മേക്കപ്പ് ചെയ്യണം. ആ വെയിറ്റ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. സോ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാ കെമിക്കൽസിലും എല്ലാ പ്രോഡക്ട്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. മെഡിസിൻസിലുണ്ട്, നമ്മുടെ ഗുളികകളിലൊക്കെ ഉണ്ട്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അല്ലാതെ കുറച്ച് പാർട്ട് ഫില്ലേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ന്യൂട്രലൈസേഴ്സ് ഓഫ് റെസിഡ്യുവൽ അസിഡിറ്റി. സോ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മൾ നൈട്രോജനസ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആസിഡിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഫെർട്ടിലൈസറിൽ തന്നെ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ന്യൂട്രലൈസേഴ്സ് ഓഫ് റെസിഡ്യുവൽ അസിഡിറ്റി എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ യൂസേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ടേംസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. എസ്പെഷ്യലി നമ്മൾ ഫെർട്ടിലൈസർ ഗ്രേഡും ഫെർട്ടിലൈസർ റേഷ്യോയും തമ്മിൽ ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫില്ലേഴ്സും കണ്ടീഷണേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. സപ്ലൈസ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസും അതുപോലെ തന്നെ ന്യൂട്രലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. താങ്ക് യു.